യൂട്യൂബ് ഒന്നും ഓൺലൈൻ മജ്ലിസൊക്കെ ഒന്ന് ഇറങ്ങുക ഫുള്ള്. എന്നിട്ട് മക്കളോടും ഭർത്താവിനോടൊക്കെ മര്യാദക്ക് സംസാരിക്കുക. ഹദ്ദാദെല്ലാം ചെല്ലേണ്ടത് മര്യാദക്ക് ഓഫ്ലൈന് ചെല്ലിയാൽ മതി. മതി. എന്നിട്ട് മക്കളോടൊക്കെ മോനിക്ക് റിഫായ് ശേഖിനെ അറിയാം ഒരു കഥ പറഞ്ഞെ പറഞ്ഞു കൊടുക്കുക. എന്തൊരു ഇബാദത്താണ് ഇത്. ഭർത്താവിനോട് സംസാരിക്കൂല, പിള്ളേരോട് കൊണ്ടൂല. എന്തുകൊണ്ട്? നാളെയാണ് സ്വലാത്ത് സമർപ്പിക്കേണ്ട ദിവസം. ഇന്റെ എത്ര ഈ സ്വലാത്ത് സൈനബ? 1,28,00,000. എന്റെ 1,26,00,000. ആരാണ് ഇതെല്ലാം തുടങ്ങിയേക്കണത്? എന്താ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഭർത്താവിനോട് സംസാരിക്കൂല, മക്കളോട് സംസാരിക്കൂല. എന്ത് ഇബാദത്ത് ഇതിനൊക്കെ കുറിച്ച് പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ ആരാണ്? റാബിയത്തു ശാമിയ റളിയല്ലാഹു അൻഹാ ആരാണ്? ഈ രണ്ട് മഹദിമാരുടെയും ചരിത്രം നിങ്ങളൊന്ന് തബഖാത്തു സുഗ്റ അഥവാ ഷാറാനി ഇമാമിന്റെ ഗ്രന്ഥം എടുത്ത് നോക്കൂ. ഇശാൻസ്കാരം കഴിഞ്ഞാൽ അടിപൊളി വസ്ത്രം ഇട്ടിട്ട് ഭർത്താവിന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കും, ഇന്ന് നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ? ഉണ്ടല്ലോ, ഓക്കെ. എന്ന് പിന്നെ ഭർത്താവിന് സുഖിക്കാൻ അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇനി ഭർത്താവ് പറയാണ് ഞങ്ങൾക്ക് കുറച്ച് ഇബാദത്ത് ചെയ്യണം. എന്നാ ഈ മഹദിമാരെന്താ ചെയ്യാ? അപ്പുറത്ത് പോയിട്ട് സുബി വരെ ഇബാദത്ത്. ഭർത്താവ് പറയാണ് എനിക്ക് വേണമെന്ന്. എന്ന ഭർത്താവിന് വേണ്ടുവോളം എല്ലാ ആസ്വാദനത്തിനുള്ള സൗകര്യവും ചെയ്തു കൊടുത്ത് ഭർത്താവ് കിടന്നാൽ നിർബന്ധ കുളി കുളിച്ചിട്ട് പിന്നെ സുബൈ വരെ ഇബാദത്ത്. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിരിക്കും ഭർത്താവിന്. അത് തകിടം മറിയാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിച്ച ഒരു സിസ്റ്റത്തിന് കേട് വരുത്തിയിട്ടൊന്നും നമ്മളൊന്നും ചെയ്യരുത്. മിൻ അലാമത്തി ഇത്തിബാഇൽ ഹവാ കസ്റത്തുൻ നവാഫിൽ ബിലാ ഫർളിൻ എന്ന് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മഹുല്ല കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾ മതം അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത്, താൻ തോന്നിയായി ജീവിക്കുന്നതിന്റെ അടയാളാണ് ഫർളുകൾ ഇല്ലാതെ സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കാന്നുള്ളത്. ഫർളുണ്ടോ? ഇപ്പൊ ഫർളുണ്ടോ? ഇല്ലല്ലോ. സുന്നത്തല്ലേ എല്ലായിരിക്കും. താത്താമാര് ഇല്ല ഉറൂസിന് സിയാറത്തിനൊക്കെ പോകും. ഫർളല്ലേ മഹറമായ ഒരു പുരുഷൻ കൂടെ ഉണ്ടാവണം, അതില്ല. എന്നിട്ടോ ഉള്ള സുന്നത്തെടുക്കുക. ഇത് എയർപോർട്ടിൽ നിന്ന് തള്ളു പറയാ, ബടായി പറയാ, ഇതെന്റെ മഹറമാണ്. എന്നിട്ട് എടുത്തേക്കാ പോണത്? റൗളയിലേക്ക്. ഇന്നാലില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്റെ ഒരു ഗൗരവം ആലോചിച്ച് നോക്കിയേ. സുബ്ഹാന റബ്ബി. ഇപ്പോൾ എന്റെ വിഷയം മാറുന്നില്ല. സ്വാലിഹീങ്ങളുടെ ചരിത്രം ഉമ്മമാർ ഉപ്പമാർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്തിനെ? സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിച്ചാൽ കുട്ടികൾ സ്വാലിഹീങ്ങളോട് മഹബത്തുള്ളവരായി മാറും.